ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ വളരെ കാലങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ഈ ഗ്രന്ഥശാല വന്ന കാലഘട്ടം മുതലുള്ള കാര്യങ്ങളിലൂടെ ഇവിടെ അറിയുകയുണ്ട്. എല്ലാവരും എനിക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യാനില്ല എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ. എന്തായാലും എനിക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഓണാഘോഷ പരിപാടിയുടെ വിദ്യാഭ്യാസ ഈ ഓണാപുലരി 2025 നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു. മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാല. ഇതില് നമ്മുടെ നാടിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഗ്രന്ഥശാലയിൽ ചെയ്യാൻ പറ്റുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഉദ്യോഗം നടത്തുമ്പോൾ എന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു തോന്നുന്നത് ഇവിടെ ആയിരക്കാട്ടിലെ ദേശത്ത് നിന്ന് ഗവൺമെന്റ് സർവീസസിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഈ വർഷത്തിലെ ഗ്രന്ഥശാലയുടെ പ്രോഗ്രാമാണ് PSC കോച്ചിങ് ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ മൊബൈൽ ചെയ്ത് PSC എക്സാംസ് എഴുതാനും ഗവൺമെന്റ് സർവീസിലേക്കുള്ള എക്സാംസ് എഴുതാനും അവരെ പ്രിപ്പയർ ആകുന്ന ഒരു പദ്ധതി ഗ്രന്ഥശാല ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് ഈ ഗ്രന്ഥശാലയിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തുവാൻ, കുറെ കുട്ടികളെയും കൈവരികളിലേക്ക് ഉയർത്തുവാൻ നമുക്ക് കഴിയണം. തലമുറകളുടെ ചില വരികൾ അത് പ്രകാരമാണ് ഓണത്തോട് പറച്ചില്ലേക്കും ഓണക്കോടിയിലെ പൊന്നക്ഷീരമെന്നും നീലും മാനും കെട്ടില്ലേ മണിമിട്ടത് മാവിനും വീട്ടിലെ കാലഘട്ടങ്ങളും കാണാൻ കിട്ടാതായോ നാമല്ലാതെ നാടും ചെയ്യുന്നതാണ് വളരെ അർത്ഥപൂർണ്ണമായിരിക്കുന്ന വാക്കുകളാണ് സംഘപരിവാറിന്റെ. മലയാള കണക്കനുസരിച്ച് ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1701 എന്ന് തുടങ്ങുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നം മറ്റൊന്നുമല്ല, മാവേലി നാടിൻ്റെ ഒരു പുനരാവിഷ്കാരം, അതിനെ ഒന്ന് മടക്കി കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ശ്രമം. അത് സാധ്യമാക്കി തീർക്കുവാൻ ഇന്നോ നാളെയോ ഒന്നും സാധിക്കത്തില്ല. എന്നാൽ നാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ, പ്രിയപ്പെട്ട സുരേഷ് സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതായിട്ടുള്ള ഒരു സമയം, അങ്ങനെ ഓരോ സമൂഹം, അങ്ങനെ ഒരു കൊച്ചു കൊച്ചു കൂട്ടായ്മയായിട്ട് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങൾ മാറുകയാകുന്നുവെങ്കിൽ അതിന് വായനശാലകൾ, അതുമായി ബന്ധപ്പെട്ട സംവാദത്തിനും അതുമായിട്ടുള്ള പ്രഭാഷണങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെയുമുള്ള കേന്ദ്രങ്ങളായി മാറുന്നുവെങ്കിൽ അനധിവിദൂരമായ ഭാവിയിൽ മാവേലി നാട് പോലെ പൂർണ്ണമായിട്ടും അത്രയും ഒത്തില്ലെങ്കിലും ഏകദേശമൊക്കെയെങ്കിലും കുറേയൊക്കെയെങ്കിലും നമുക്ക് ഒരു രൂപാന്തരം, ഒരു നവോത്ഥാനം, ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരുത്തുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വനിതാ വിഭാഗത്തിലും യുവജന വിഭാഗത്തിലും ഒക്കെയുള്ള പ്രവർത്തകർ, അമ്മമാരെ, അതുപോലെ ഇന്ന് ഈ യോഗം സംപ്രേഷണം ചെയ്യുന്ന നമ്മളോടൊപ്പം ഇരുന്നുള്ള ശ്രീ മനീഷ് എന്നിവരുടെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന് ഈ ഓണാഘോഷ പരിപാടികൾ വിജയമാക്കി കൊടുക്കുന്നതിന് എല്ലാ മേഖലകളിലും സ്വീകരിച്ച ഓരോരുത്തർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും
യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊണ്ട് നമ്മളെ വേർതിരിച്ചു മാറ്റുകയാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അത്തരം മതിൽക്കെട്ടുകളൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം ഒരുമയോടെ ഒത്തൊരുമയോടെ ഇത്തരം കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തി വളരെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയും. സ്നേഹസമ്പന്നമായ, സഹിഷ്ണുതയുള്ള, ദയാശീലരായ, സംസ്കാര സമ്പന്നരായ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇത്തരം കൂട്ടായ്മകൾ വലിയ പ്രയോജനം ചെയ്യും. തീർച്ചയായും അതിനായി എല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമുക്ക് ഒന്നിച്ചു കൂടുവാനും പരസ്പരം സംസാരിക്കുവാനും പരസ്പരം സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒന്നിച്ചു കൂടുവാനും ആ സന്തോഷത്തോടുകൂടി സംസാരിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനുമുള്ള ഒരു മനോഭാവത്തിലേക്ക് വളരുവാനും ഒക്കെയുള്ള നല്ല സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഓണാഘോഷ പരിപാടികളായിക്കോട്ടെ, ഈ ഓണത്തിൻ്റെ സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷം പകരുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എല്ലാ നന്മകളും ചെയ്യുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ഗ്രന്ഥശാലയുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടിയ ഈ അവസരം നന്ദിയോടെ ഓർക്കുന്നു. മലയാളി എവിടെ ആയിരുന്നാലും അവർ ഓണം ആഘോഷിക്കും. തീർച്ചയായിട്ടും സ്വദേശത്തായാലും വിദേശത്തായാലും അവരൊത്തുകൂടുകയും അതുപോലെ തന്നെ ഓണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒരുമിച്ച് സദ്യ ഉണ്ണുകയും കളികളിൽ ഏർപ്പെടുകയും എന്ന് വേണ്ട എല്ലാവരും വളരെ ആഹ്ലാദപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വേളയാണ് ഈ ഓണം എന്ന് പറയുന്നത്.